ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പുതുവത്സരാശംസകൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പിയ ലേഖനം 4:6 വായിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 2025 നമ്മെ വിട്ടുപോയിരിക്കുന്നു. ഒരു പുതിയ വർഷം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. 2025 കാലഘട്ടം പലതിനെക്കുറിച്ച് മനം കലങ്ങിയും സമാധാനവുമില്ലാതെ ഇരുന്ന വർഷമായിരുന്നു നിങ്ങളുടെ ജീവിതമെങ്കിൽ 2026 അങ്ങനെ ആകരുത്. കർത്താവ് തന്ന വലിയ വാഗ്ദാനത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഏതു സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷമതകളിലും ആകുലപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യാതെ താഴ്മയുള്ള ഹൃദയത്തോട് സത്യസന്ധതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മുന്നേറുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം 2025 നമുക്ക് ചെയ്ത നന്മകൾക്ക് നന്ദിയുള്ളവരായിത്തീരുന്നുവെങ്കിൽ 2026 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടും. ഒരു പുതിയ തുടക്കത്തിന്റെ വാതിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി പുതുവർഷത്തിൽ കൂടുതൽ പ്രാർത്ഥനയിലേക്കും കൂട്ടായ്മയിലേക്കും വചനധ്യാനത്തിലേക്കും യേശു ക്രിസ്തുവിനെ കൂടുതൽ ജനങ്ങളിലേക്ക് സാക്ഷീകരിക്കുന്ന പ്രവൃത്തിയിലേക്കും നാം എത്തപ്പെടണം. കർത്താവുമായുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം വെളിപ്പെടുവാനും ലോകപരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ സ്വർഗീയമായത്, അതായത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-18 കർത്താവ് ഇങ്ങനെ പറയുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളെ ഓർക്കരുത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനം കലങ്ങാതെ കഴിഞ്ഞ കാലത്തെ വരണ്ട അനുഭവങ്ങളെ സമൃദ്ധമായ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ഏതു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോഴും സകലവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, അനാവശ്യമായ ചിന്തകളെ മാറ്റിക്കളയുക, കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ദിവ്യസമാധാനം 2026 നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു. കാത്തിരിക്കാം. എല്ലാവർക്കും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട 2026 നേരുന്നു. ഗോഡ് ബ്ലെസ്സസ് ഓൾ.